ഒരു ചോദ്യം നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ മിക്കവാറും അതിനൊരു ഉത്തരവും നമ്മുടെ മനസ്സിൽ കാണും. ആ ഉത്തരം വരാത്തപ്പോൾ നമുക്ക് വിഷമവും, നമ്മൾ കാട് കയറും, സ്വയം പഴിക്കും, അയാളെ വെറുക്കും, ആകെ ബഹളം. പക്ഷേ അയാൾ പറയുന്ന ആ ഉത്തരത്തിന് ഒരു ന്യായീകരണവും അയാളുടെ കയ്യിൽ കാണും. അതൊന്ന് മനസ്സിലാക്കിയാൽ എല്ലാ തെറ്റിദ്ധാരണയും വിഷമവും മാറും. എവിടെ വായിച്ചൊരു കഥ പറയാം. ഒരു ടീച്ചർ ഒരു കുട്ടിയോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് ആദ്യം ഒരു ആപ്പിൾ തരുന്നു എന്ന് വയ്ക്കൂ, പിന്നെയും ഒരു ആപ്പിൾ തരുന്നു, വീണ്ടും ഒരു ആപ്പിൾ തരുന്നു, അപ്പോൾ ആകെ എത്ര ആപ്പിൾ ഉണ്ട് മോൻ്റെ കയ്യിൽ? 4 ആപ്പിൾ, കുട്ടി പറഞ്ഞു. ടീച്ചറിന് വലിയ വിഷമമായി. അഡീഷൻ ഇവൻ എത്ര തവണ പഠിപ്പിച്ചതാണ്, വീണ്ടും അവൻ തെറ്റിച്ചു. ഇനി തൻ്റെ പഠിപ്പിക്കലിൻ്റെ കുഴപ്പമാണോ? മോനെ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കൂ, ടീച്ചർ പറഞ്ഞു. ഞാൻ നിനക്ക് ആദ്യം ഒരു ആപ്പിൾ, പിന്നെ ഒരു ആപ്പിൾ, വീണ്ടും ഒരു ആപ്പിൾ തന്നു, അപ്പോൾ ആകെ എത്ര ആപ്പിൾ ഉണ്ട് മോൻ്റെ കയ്യിൽ? 4 ആപ്പിൾ ഉണ്ട് ടീച്ചർ, കുട്ടി വീണ്ടും പറഞ്ഞു. അപ്പോൾ ടീച്ചർ ആലോചിച്ചു, ഈ കുട്ടിക്ക് സ്ട്രോബെറിയാണ് ഇഷ്ടം, അത് വെച്ച് ചോദിക്കാം, ചിലപ്പോൾ ശരി ഉത്തരം പറഞ്ഞാലോ. ഒരു സൈക്കോളജിക്കൽ മൂവ്. മോനെ ആപ്പിൾ പോട്ടെ, ഞാൻ നിനക്ക് ആദ്യം ഒരു സ്ട്രോബെറി, പിന്നെ ഒരു സ്ട്രോബെറി, അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്ട്രോബെറി തന്നു, ആകെ എത്ര സ്ട്രോബെറി ഉണ്ട് കയ്യിൽ? 3. ഉത്തരം കിട്ടി. തൻ്റെ ബുദ്ധിയിൽ ടീച്ചറിന് അഭിമാനം തോന്നി. ഞാനൊരു മിടുക്കി തന്നെ. ഇനി ആപ്പിൾ വെച്ചുകൂടെ, ഒന്നുകൂടെ ചോദിക്കാം. മോനെ ഇനി ആപ്പിൾ, ഞാൻ നിനക്ക് ആദ്യം ഒരു ആപ്പിൾ, പിന്നെ ഒരു ആപ്പിൾ, വീണ്ടും ഒരു ആപ്പിൾ തന്നു, അപ്പോൾ ആകെ എത്ര ആപ്പിൾ ഉണ്ട് മോൻ്റെ കയ്യിൽ? 4 ആപ്പിൾ. വീണ്ടും അതേ ഉത്തരം. ടീച്ചറിന് ദേഷ്യം വന്നു. അതെന്താണ്? 3 തവണ സ്ട്രോബെറി തന്നപ്പോൾ നിൻ്റെ കയ്യിൽ 3 സ്ട്രോബെറി, പക്ഷേ 3 തവണ ഞാൻ ആപ്പിൾ തരുമ്പോൾ അതുമാത്രം 4 ആവുന്നത് എങ്ങനെ? ടീച്ചർ, എൻ്റെ ബാഗിൽ നേരത്തെ ഒരു ആപ്പിൾ ഉണ്ടല്ലോ, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അവനൊരു ആപ്പിൾ എടുത്ത് കാണിച്ചു. അപ്പോൾ 4 ആപ്പിൾ അല്ലേ? ടീച്ചർ ഒന്നും മിണ്ടിയില്ല. എന്ത് മിണ്ടാൻ? അവൻ പറഞ്ഞു ശരിയല്ലേ. എന്തുകൊണ്ടാണ് ടീച്ചറിന് നിരാശയും ദേഷ്യവും സ്വന്തം കഴിവിൽ സംശയമൊക്കെ തോന്നിയത്? സിമ്പിൾ. അവരുടെ മനസ്സിൽ 3 3 3 എന്ന ഉത്തരം അവർ സ്വയം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് 4 എന്ന് ചോദിക്കാൻ അവർ മറന്നു. ഉത്തരങ്ങൾ തരുന്നവർക്ക് പലപ്പോഴും അവരുടേതായ കാരണങ്ങളും ന്യായങ്ങളും കാണും. അത് മനസ്സിലാക്കാതെ നമ്മുടെ ഉത്തരം അവരുടെ വായിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് മാറി ചിന്തിച്ചാൽ കുറേയെങ്കിലും വിഷമങ്ങൾ മാറിക്കിട്ടും.